ആദ്യം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പിന്നെ മോക്കൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ ആ കോൺഫിഡൻസ് പോയി. അത് മോക്ക് ചെയ്തപ്പോൾ നല്ല ടഫായിട്ട് തോന്നി. ഇപ്പോൾ റീസണിങ് ആണെങ്കിലും കോണ്ടാണെങ്കിലും അത്രയൊന്നും അറ്റംപ്റ്റ് പ്രിലിംസ് പോലെ നമുക്ക് പറ്റത്തില്ല, നല്ല ടഫായിട്ട് തോന്നി. അല്ലെങ്കിൽ അത്രയും കോൺസെപ്റ്റ് ആ ഒരു നോളജ് ഉണ്ടായിരിക്കണം. ഈ BSc മാത്സ് ഒക്കെ എടുത്തപ്പോഴേ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബാങ്കിങ് ആണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനത് എടുക്കുന്നത്, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതങ്ങനെ തന്നെ അവർക്ക് ആ ഒരു പറഞ്ഞ പോലെ തന്നെ ചെയ്തു അല്ലേ? അപ്പൊ അവിടെ ചെന്നപ്പോൾ എക്സാം നല്ല പാടായിരുന്നു, അധികം ഒന്നും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ ഒരു ടൈമിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിപ്പോൾ എന്നെ കൊണ്ട് ബാങ്ക് എക്സാം ഒക്കെ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല, ഇപ്പൊ വേറെ എന്തിനെങ്കിലും പോയാലോ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും. അപ്പോൾ അത് ഫസ്റ്റ് എക്സാം സെക്കൻഡ് എക്സാം ഫെയിൽ ആയെന്ന് എഴുതി നമ്മൾ ഒരിക്കലും ഡൗൺ ആവരുത്. ഹലോ, നമസ്കാരം. എല്ലാവർക്കും വരന്ത റേസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വീണ്ടും ഒരു സക്സസ് സ്റ്റോറി ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ശരണ്യാണ്. ശരണ്യ SBI POയുടെ എക്സാം ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ബാക്കി വിശേഷങ്ങളും ശരണ്യയുടെ രീതികളും എങ്ങനെയാണ് പഠിച്ചതെന്നും ഒക്കെ നമുക്ക് ശരണ്യോട് ചോദിക്കാം. അപ്പൊ ശരണ്യ, വെൽക്കം ടു ദ ഷോ. അതുപോലെ തന്നെ കൺഗ്രാറ്റുലേഷൻസ്. ശരണ്യ എവിടുന്നാണ് വരുന്നത്? ഞാൻ കൊല്ലത്ത് നിന്നാണ് വരുന്നത്. കൊല്ലത്ത് അഞ്ചൽ എന്നാണ് സ്ഥലത്തിന്റെ പേര്. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മ, ചേട്ടൻ, പിന്നെ ഞാൻ. ഓക്കെ, ശരിക്കും ഇപ്പം ശരണ്യക്ക് എത്ര വയസ്സുണ്ട്? ഇപ്പം 22. ഞാൻ ആദ്യമേ എന്തുകൊണ്ടാണ് വയസ്സ് വെച്ചെന്ന് വെച്ചാൽ, ഇവിടെ ശരണ്യ വന്ന സമയത്ത് തന്നെ പറഞ്ഞായിരുന്നു ശരണ്യക്ക് 22 വയസ്സേ ഉള്ളൂ എന്ന്. അതായത് ഡിഗ്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്തായിരുന്നു പഠിച്ചത്? BSc മാത്സ്. BSc മാത്സ് കഴിഞ്ഞിട്ട് ശരണ്യ ജസ്റ്റ് പാസ് ഔട്ട് ആണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 22 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പം ആ ഒരു ഞാൻ വിചാരിച്ചു, ബാങ്കൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു സ്വപ്നമാണ് SBI. അല്ലെങ്കിൽ നമ്മൾ കൊച്ചിലോട്ടെ എപ്പോഴും ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ അച്ഛനമ്മമാരൊക്കെ പണ്ട് തൊട്ടേ ബാങ്കിങ് ചെയ്തുകൊണ്ടിരുന്നത് ഈ SBIയിലാണ്. അപ്പം നമുക്ക് കൂടുതൽ അറിയാലേ, ഇപ്പം അച്ഛന്മാരുടെ ഒക്കെ മിക്കവരുടെ അക്കൗണ്ട് എന്ന് പറയുന്നത് SBIയിൽ അവർക്ക് ഒരു അക്കൗണ്ട് കാണും. അപ്പൊ അങ്ങനെ നമുക്ക് വളരെ ചെറുപ്പം തൊട്ടേ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു ബാങ്കാണ് SBI. അപ്പൊ പിന്നീട് വളർന്നു വരുമ്പോൾ, ഇപ്പൊ നമ്മുടെയൊക്കെ ജനറേഷൻ വരുമ്പോൾ ഒരുപാട് പ്രൈവറ്റ് ബാങ്ക്സും കാര്യങ്ങളും ഉണ്ടെങ്കിലും പണ്ട് കാലത്തുള്ളവർക്ക് ഇപ്പോഴും നമ്മുടെയൊക്കെ പേരൻസിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും എല്ലാവർക്കും SBIയുടെ ഒരു പ്രത്യേകതരം വിശ്വാസം നമ്മൾ കാണാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ബാങ്ക് ജോലി എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രസ്റ്റീജിയസ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനവും ആദ്യം മുൻനിരയിൽ നിൽക്കുന്ന സ്ഥാപനം നമ്മുടെ ഇന്ത്യയിലെ SBI തന്നെയാണ്. അപ്പൊ ആ SBIയിൽ 22 വയസ്സിൽ PO ആയിട്ടുള്ള ആളാണ് ശരണ്യ. അപ്പൊ ശരണ്യ, എങ്ങനെയായിരുന്നു പഠനം? ഞാനിവിടുത്തെ ബേസിക്, ഇവിടെ 2022 ഒക്ടോബറിലാണ് വരാന്ത റേസിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം ഒരു ഡിസംബറൊക്കെ ആയപ്പം ബേസിക് തീർന്നു. അപ്പം ബേസിക് എന്ന് പറയുമ്പം ഒരു രാവിലെ തൊട്ട് ഉച്ച വരെ ആ ഒരു ബാച്ചായിരുന്നു. അപ്പം അതിനകത്ത് പകുതി ടൈം ക്ലാസ്സും പകുതി ടൈം ഞങ്ങളെ സർക്കിളാക്കി ഇരുത്തി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യിപ്പിക്കുമായിരുന്നു. സോ അത് തന്നെ ഒരു നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. നമ്മൾ കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുക, അത് സോൾവ് ചെയ്യും. പിന്നെ ക്ലാസ്സിലാണെങ്കിൽ പോലും ഇപ്പോൾ കോണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് ഷോർട്ട് കട്ട് അങ്ങനെയൊക്കെയായിരുന്നു പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ബേസിക് ഒരു ഡിസംബറൊക്കെ ആയപ്പം കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം ഒരു എക്സ്ട്രീം തുടങ്ങാൻ ഒരു 1 മന്ത് ഗ്യാപ്പ് വന്നു. അപ്പോൾ ആ ഒരു ടൈം തൊട്ടാണ് മോക്ക് ചെയ്ത് തുടങ്ങുന്നത്. ഇവിടുത്തെ ലാബിൽ വന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഒരു രാവിലെ വിട്ടൊരു ഉച്ച വരെയൊക്കെ ആയിരുന്നു. ആദ്യമൊക്കെ ഈ സെക്ഷണൽ മോക്കൊക്കെ എടുത്ത് ജസ്റ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ഫുൾ മോക്കൊക്കെ എടുത്ത് ചെയ്യാൻ തുടങ്ങി. പിന്നെ എക്സ്ട്രീം ഉച്ചയ്ക്ക് ശേഷമുള്ള ബാച്ചായിരുന്നു. അപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെ ഇവിടെ ഇരുന്ന് ലാബിൽ മോക്ക് ചെയ്യും, അതിനുശേഷം ഉച്ചയ്ക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യും, അങ്ങനെയായിരുന്നു. പിന്നെ എക്സ്ട്രീമൊക്കെ ഒരു ഏപ്രിലൊക്കെ ആയപ്പോൾ എക്സ്ട്രീം ക്ലാസ് ഫുള്ള് കഴിഞ്ഞു. അപ്പം അതിനുശേഷം ഫുള്ള് ഇവിടെ രാവിലെ ഒരു 8:30 ഒക്കെ ആകുമ്പം ലാബിൽ വരും. പിന്നെ വൈകിട്ട് വരെ ഇരുന്ന് ഒരു ഡെയിലി ഒരു 4 മൂക്കൊക്കെ. ബേസിക് സർക്കിൾ കഴിഞ്ഞതിന് ശേഷം മോക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ സെക്ഷനിലായിട്ട് സെഷൻസ് എടുത്ത് ചെയ്യുമായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു സ്കോറൊക്കെ? എങ്ങനെയായിരുന്നു? ആദ്യം സ്കോറൊക്കെ വളരെ ലോ ആയിരുന്നു. കാരണം നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാമെങ്കിലും ഇപ്പം ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും വൊക്കാബ്സ് കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു ആ ടൈമിൽ. ഗ്രാമറും അത്ര ഓക്കെ അല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ കോണ്ടാണെങ്കിലും ക്വസ്റ്റ്യൻസ് അറിയാം, പക്ഷേ ടൈം കുറവല്ലേ. അപ്പോൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഒട്ടും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. റീസണിങ് അതേപോലെ തന്നെ ഇപ്പോൾ സീറ്റിങ് പസിലൊക്കെ സോൾവ് ചെയ്യാൻ ഒട്ടും ടൈം കിട്ടത്തില്ല, ടൈമായിരുന്നു ഇഷ്യൂ. പിന്നെ പെയ്യെ ഈ ഫുൾ മോക്കൊക്കെ എടുത്ത് ചെയ്ത് സ്പീഡ് ഇമ്പ്രൂവ് ആയി വന്നു. ഓക്കെ, ഇപ്പൊ ഇംഗ്ലീഷ് വൊക്കാബ്സിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഏരിയയാണ്. ഇപ്പൊ നീതു സിംഗ് പോലുള്ള ബുക്കുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇത് എപ്പൊ പഠിച്ചു തീരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാണ് ശരിക്കും, അല്ലെങ്കിൽ ഏത് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്? അങ്ങനെ ഒരു ഫിൽട്രേഷനോ അല്ലെങ്കിൽ എങ്ങനെയാ പിന്നെ ഇംഗ്ലീഷിന്റെ വൊക്കാബ് സെറ്റ് ആക്കിയത്? വൊക്കാബ്സ് ഞാൻ നോക്കിയ ആദ്യമൊക്കെ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുമായിരുന്നു. അപ്പൊ അതിനകത്ത് എഡിറ്റോറിയലൊക്കെ വരുന്ന എഡിറ്റോറിയലൊക്കെ വരുന്ന നമുക്ക് അറിയാത്ത വേർഡ്സ് ഒക്കെ എഴുതി അതിന്റെ മീനിങ് ഒക്കെ നോക്കി പഠിക്കുമായിരുന്നു.
പിന്നെ അന്നൊക്കെ അത് കണ്ടിന്യൂസ് ചെയ്യുമായിരുന്നു. പിന്നീട് മടിയായി. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ വായിക്കും. വായിക്കുന്ന ടൈമിലെല്ലാം അറിയാത്ത വേർഡ്സ് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാറുണ്ട്. കറണ്ട് അഫയേഴ്സ് എങ്ങനെയായിരുന്നു? കറണ്ട് അഫയേഴ്സ് ഞാൻ ആക്ച്വലി ഒരു പ്രിലിംസ് എക്സാം, ഇപ്പോൾ SBP ഒക്കെ ആണെങ്കിൽ ഞാൻ പ്രിലിംസ് എക്സാം കഴിഞ്ഞ ശേഷമാണ് കറണ്ട് അഫയേഴ്സ് പഠിച്ചു തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു 6 മന്ത് ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല. ഒരു 4 മന്ത് ബാക്ക്ഗ്രൗണ്ടിലുള്ള 4 മന്തിൻ്റെ വീക്ക്ലി PDF എടുത്തിട്ട് അത് വെച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബാങ്ക് എക്സാം വെച്ച് നോക്കുമ്പോൾ ഇപ്പം SSC എടുത്ത അല്ലെങ്കിൽ സ്റ്റേറ്റ് PSC എടുത്തു കഴിഞ്ഞാലും ബാങ്ക് എടുത്തു കഴിഞ്ഞാലും CA പല രീതിയിലാണ്. ഒരു എക്സാമിന്റെ CA രീതിയല്ല മറ്റൊരു എക്സാമിന് വരുന്നത്. അപ്പം ഈ ഒരു കറണ്ട് അഫയേഴ്സ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാ അപ്പോൾ അത് എന്ന് വെച്ചാൽ ഇപ്പം 4 മാസം മുമ്പുള്ള കാര്യങ്ങളെ പഠിച്ചുള്ളൂ. അപ്പോൾ ആ ഒരു 4 മാസത്തിനുള്ള ടൈം പീരീഡിനുള്ളിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണോ എക്സാമിന് വന്നത്? എക്സാമിന് അങ്ങനെയല്ല. ഇപ്പോൾ SBP ആകുമ്പോൾ അതിൻ്റെ കറണ്ട് അഫയേഴ്സ് നല്ല ടഫായിരിക്കും മറ്റുള്ള എക്സാംസിനെ വെച്ച് നോക്കുമ്പോൾ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വരെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ കൂടുതലും ചോദിക്കുന്നത് ബാങ്കിങ് എക്കണോമി റിലേറ്റഡ് ആയിരിക്കും, അല്ലാതെ സ്റ്റാറ്റിക് GK ഒക്കെ ഇതിന് കുറവാണ്. അല്ലാതെ ഈ അപ്പോയിന്റ്മെന്റ്സ് പോലുള്ള കാര്യങ്ങളാണ്. അപ്പോയിന്റ്മെന്റ്സും എനിക്ക് ഈ എക്സാമിൽ കുറവായിരുന്നു. കൂടുതൽ ബാങ്കിങ് എക്കണോമി ഒക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഏരിയ ഫോക്കസ് ചെയ്താണോ പഠിച്ചേ? ഞാൻ മെയിനായിട്ട് ആ PDF എല്ലാം ഉണ്ട്. അപ്പോൾ കൂടുതൽ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിച്ചു. SBI PO ആണ് കിട്ടിയത്. അപ്പൊ ഇതിന് മുമ്പ് എത്ര എക്സാംസ് എഴുതിയിട്ടുണ്ട്? ഇതിന് മുന്നേ 23-ലാണ് എക്സാംസ് എഴുതി തുടങ്ങുന്നത്. അപ്പോൾ ആദ്യമേ RRB PO, പിന്നെ IBPS ക്ലർക്ക്, IBPS PO, ഈ 3 എഴുതി. അപ്പം അത് 3 കിട്ടിയില്ല, പ്രിലിംസ് കിട്ടിയില്ല. പിന്നെ SBI PO എഴുതി. അപ്പം അതാണ് ഫസ്റ്റ് പ്രിലിംസ് കിട്ടുന്ന എക്സാം. ആദ്യമായിട്ട് പ്രിലിംസ് കിട്ടുന്നത് പോലും ഈ SBI PO ആണ്. പ്രിലിംസ് കിട്ടി കഴിഞ്ഞപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നോ മെയിൻസ് കിട്ടും എന്ന്? അല്ലെങ്കിൽ ആദ്യമായിട്ട് കിട്ടിയ പ്രിലിംസ് അല്ലേ? അപ്പൊ ഭയങ്കര ഒരു കോൺഫിഡൻസ് കൂടിയോ? അപ്പോൾ ആദ്യം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ മോക്കൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ ആ കോൺഫിഡൻസ് പോയി. കാരണം മോക്ക് ചെയ്തപ്പോൾ നല്ല ടഫായിട്ട് തോന്നി. ഇപ്പോൾ റീസണിങ് ആണെങ്കിലും കോണ്ടാണെങ്കിലും അത്രയൊന്നും അറ്റംപ്റ്റ് പ്രിലിംസ് പോലെ നമുക്ക് പറ്റത്തില്ല. നല്ല ടഫായിട്ട് തോന്നി. അല്ലെങ്കിൽ അത്രയും കോൺസെപ്റ്റ് ആ ഒരു നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ മോക്ക് ചെയ്തപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് കുഴപ്പമില്ല, ഇംഗ്ലീഷ് ഓക്കെയാണ്. പിന്നെ ഇതിന് ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. അതേപോലെ തന്നെ GKയും കറണ്ട് അഫയേഴ്സും കുറച്ച് നല്ല രീതിയിൽ പഠിച്ച് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. അത് രണ്ടിനും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു. ഇംഗ്ലീഷ് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ ആ പ്രത്യേകം അതിന് വേണ്ടിയിട്ട് അതായത് ഇപ്പൊ കറണ്ട് അഫയേഴ്സ് അങ്ങനെ ആ റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് ഫീൽഡ് ആണോ? അല്ല, ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ ഒരു 50 മാർക്കിനാണ് SBPOയ്ക്ക്. അത് ഒരു 30 മാർക്കിന്റെ ഒരു essay ആണ്, പിന്നെ 20 മാർക്കിന്റെ ലെറ്റർ. അതിപ്പോൾ ലെറ്റർ ബാങ്കിങ് ഇപ്പം നമ്മളൊരു ബാങ്ക് മാനേജർക്ക് എഴുതുന്ന ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ അങ്ങനത്തേക്ക് ആ ടൈപ്പ് ആയിരിക്കും. essay ആണെങ്കിലും അതിനകത്ത് കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്കാണ്. അപ്പം നമുക്ക് അത് സെലക്ട് ചെയ്ത് അപ്പൊ അതിനൊരു വേർഡ് ലിമിറ്റ് ഒക്കെ കാണത്തില്ലേ? അപ്പൊ അത് പ്രാക്ടീസ് ചെയ്തിരുന്നോ എഴുതി? പ്രാക്ടീസ് ഞാനിവിടെ ഒരു മെയിൻസിന്റെ എക്സാമിന്റെ ഒരു 1 വീക്ക് മുന്നേ ഇങ്ങനെ ടൈപ്പ് ചെയ്തൊക്കെ നോക്കുമായിരുന്നു. അല്ല അത്ര സ്പീഡില്ലായിരുന്നു. അപ്പം ഈ ഒരു നിങ്ങൾക്ക് ശരിക്കും പ്രിലിംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻസിലേക്കുള്ള ഒരു ടൈം എത്ര കിട്ടും? പ്രിലിംസ് കഴിഞ്ഞാൽ ഒരു 1 മന്തിനുള്ളിൽ തന്നെ മെയിൻസ് റിസൾട്ട്. പ്രിലിംസ് റിസൾട്ട് വന്ന ഒരു 10 അല്ലെങ്കിൽ 15 ഡേയ്സ് കാണും. അപ്പം പ്രിലിംസിന് വേണ്ടിയിട്ട് കറണ്ട് അഫയേഴ്സ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല? ഇല്ല, മെയിൻസിന് വേണ്ടിയാണ് പഠിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവും. അപ്പൊ ഇത് രണ്ടും ഒരു മാസത്തിനുള്ളിൽ എങ്ങനെ മാനേജ് ചെയ്തു? അപ്പൊ ഒരു പക്ഷേ ഇതിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് മറ്റേത് ഡൗൺ ആയി പോകത്തില്ലേ? അതായത് റീസണിങ് ആണെങ്കിലും QA ആണെങ്കിലും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിന്റെ സ്പീഡും പോകും. അപ്പൊ എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ടുപോയി? മാനേജ് ചെയ്തപ്പോൾ ഞാൻ ആദ്യം മോക്ക് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റുന്ന അതിൽ എനിക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഇംഗ്ലീഷും അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സും ആയിരിക്കും. പിന്നെ കോണ്ടാണെങ്കിലും റീസണിങ് ആണെങ്കിലും അതിൽ നമുക്ക് പുതുതായിട്ട് പിന്നെ മെയിൻസിന് വേണ്ടി ഒന്നും പഠിക്കാനില്ല. ജസ്റ്റ് ആ മോക്ക് ചെയ്ത് ഇപ്പോൾ അതിൽ തന്നെ ചില ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ നമ്മൾ സൊല്യൂഷനൊക്കെ എഴുതി വെച്ച് അറിയാത്തത് അങ്ങനെയൊക്കെ നോക്കത്തേ ഉള്ളായിരുന്നു. പിന്നെ മെയിനായിട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കറണ്ട് അഫയേഴ്സിനും GKയും കൊടുത്താൽ പഠിച്ചത്. പിന്നെ ഇടയ്ക്ക് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് മോക്ക് ചെയ്യത്തില്ലായിരുന്നു. ഒരു 2 ഡേയ്സൊക്കെ കൂടുമ്പം ഓരോ മോക്ക് വെച്ച് ചെയ്ത് അതിൻ്റെ റിവ്യൂ തന്നെ നോക്കും. ഈ മെയിൻസ് കഴിഞ്ഞപ്പോൾ അറിയാമായിരുന്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻസ് കിട്ടും, അടുത്ത ഇന്റർവ്യൂ സെക്ഷൻ ആണ്, അങ്ങനെയുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നോ? വലിയ വിശ്വാസമൊന്നുമില്ല, ചെറുതായിട്ട് ചെറിയൊരു കോൺഫിഡൻസ്. എക്സാം കഴിഞ്ഞിട്ട് അനാലിസിസ് ഒക്കെ കാണും, എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കട്ട് ഓഫ്, മീൻസ് ഞാൻ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ഒക്കെ ചിലപ്പോൾ ജസ്റ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്യും അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. ശരിക്കും ഇപ്പം BSc ആയിരുന്നു മാത്സ്. അപ്പം സ്വാഭാവികമായിട്ടും MSc ചെയ്യണം എന്നുള്ള ഒരു ഫീൽ വന്നില്ലേ? കയറിയ ടൈമിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് കണ്ടിന്യൂസ് പിന്നെ പഠിച്ചു പോകുന്നതിലൊരു താല്പര്യമില്ല. ഡിഗ്രി കഴിഞ്ഞ് പെട്ടെന്ന് ജോലി മേടിക്കണം. അപ്പൊ ആ PGക്ക് പോയാൽ ആ 2 വർഷം ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്താൽ എന്തായാലും ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോച്ചിങ്ങിന് വന്നു. അപ്പോ ഈ എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ബാങ്കിങ് തന്നെ ചൂസ് ചെയ്തേ? മാത്സിനോടുള്ള ഇഷ്ടമാണോ?
മാത്സിനോടുള്ള ഇഷ്ടമുണ്ട്. പിന്നെ എനിക്ക് പണ്ട് തൊട്ട് ബാങ്ക് ഫീൽഡിലുള്ള ജോബ് ഇഷ്ടമായിരുന്നു. എവിടെ നിന്ന് അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയേ? ഇൻസ്പിറേഷൻ പണ്ട് കുട്ടിക്കാലത്ത് അമ്മയുടെ കൂടെയൊക്കെ ബാങ്കിലൊക്കെ പോകുമ്പം അവരിരിക്കുന്ന വർക്ക് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ PG ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പെട്ടെന്ന് കിട്ടുന്ന പ്രൈവറ്റ് ജോലികൾ നോക്കാനോ അങ്ങനൊന്നും വീട്ടിൽ നിന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ല, വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് ബാങ്കിനെ പറ്റി, ബാങ്ക് SSC ഇതിനൊക്കെ പറ്റി പറയുന്നത് എൻ്റെ ചേട്ടനാണ്. അപ്പോൾ ആളാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ രണ്ടും കൂടെ കമ്പയർ ചെയ്യപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എനിക്ക് പഠിക്കാൻ പറ്റുന്ന ബാങ്കാന്ന് തോന്നി. SSC ആകുമ്പോൾ അതിനകത്ത് ഒരുപാട് സ്റ്റാറ്റിക് GK ഒക്കെ ഇല്ലേ, അപ്പോൾ അത് അത്രയും പഠിച്ചെടുക്കുക എന്നുള്ള പാടാണ്. പിന്നെ ഇതാകുമ്പം നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ ഒരു 6 മന്തിനുള്ളിൽ എല്ലാം കഴിഞ്ഞ് ഫൈനൽ റിസൾട്ട് വരും. ഓക്കെ ഓക്കെ. അപ്പോൾ SBPU എഴുതിയിട്ട് റിസൾട്ട് വന്നത് എങ്ങനെയായിരുന്നു? മീൻസ് വീട്ടിലായിരുന്നോ ഇവിടെ ആയിരുന്നോ? അല്ല റേസിലായിരുന്നു ആ ടൈമിൽ. അപ്പൊ ഇതിപ്പോ റിസൾട്ട് വരുമ്പോൾ നമുക്കിപ്പോ എപ്പോ വരുമോന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ ഒരു ഉച്ച ടൈമിന് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ലാബിൽ കയറിയപ്പോഴേ ഇങ്ങനെ റിസൾട്ട് വന്നു എന്നുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ കണ്ടേ. അപ്പൊ അത് ആ PDF ആയിരുന്നു റോൾ നമ്പേഴ്സിന്റെ. അപ്പൊ അതിനകത്ത് നോക്കിയപ്പോ എന്റെ റോൾ നമ്പർ എൻ്റർ ചെയ്തപ്പോ അത് വന്നു. ആദ്യം വീട്ടിൽ അമ്മയെ വിളിച്ചു, എല്ലാരും ഹാപ്പിയായി. പഠിച്ചതൊക്കെ സ്കൂളിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? സ്കൂളിംഗ് ഒക്കെ ഞാൻ പഠിച്ചത് 5ലാണ്. അല്ല ചെറിയ ഇപ്പം LP UP ഒക്കെ പഠിച്ച വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സ്കൂളിലാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 8 തൊട്ട് +2 വരെ അഞ്ചൽ വെസ്റ്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പം അത് കഴിഞ്ഞിട്ട് കോളേജ് സെൻറ് ജോൺസ് കോളേജ് അഞ്ചൽ തന്നെ, അവിടെ തന്നെ പഠിച്ചതല്ല. അപ്പോഴും ഇതുപോലെ തന്നെ ഒരു ടോപ്പർ ആയിരുന്നു? പഠിക്കും, ടോപ്പർ ക്ലാസ് ടോപ്പ് ഒന്നും അല്ലായിരുന്നു, എന്നാലും പഠിക്കും. മാർക്കൊക്കെ കുഴപ്പമില്ലാതെ ഉണ്ടായിരുന്നു. ഓക്കെ. ഇങ്ങനെ പറയുമായിരുന്നു, മീൻസ് ഈ BSc മാത്സ് ഒക്കെ എടുത്തപ്പോഴേ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബാങ്കിങ് ആണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനത് എടുക്കുന്നത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്? ഓക്കെ. അത് അങ്ങനെ തന്നെ അവർക്ക് ആ ഒരു പറഞ്ഞ പോലെ തന്നെ ചെയ്തു അല്ലേ? ഓക്കെ. അപ്പം ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പൊ ചേട്ടനാണെങ്കിലും അമ്മയാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരിക്കും 22 വയസ്സിലെ SBPU. അപ്പൊ റിലേറ്റീവ്സിന്റെ ഒക്കെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്, കാരണം ആരും ഇത്ര പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് ആരും എക്സ്പെക്ട് ചെയ്തില്ല. എല്ലാരും നല്ല ഹാപ്പി സപ്പോർട്ടീവ് ആണ്. ഓക്കെ. ശരിക്കും അതെ, ഇത് ഭയങ്കര എല്ലാവർക്കും ഒരു അത്ഭുതമായിരിക്കും. കാരണം ഭയങ്കര ചെറിയ പ്രായമല്ലേ. കാരണം 22 വയസ്സിൽ SBPU ആണ്. അപ്പൊ ഒരു 20 years അങ്ങോട്ട് പോകുമ്പോൾ അല്ലെ എന്തായിരിക്കും ആ ഒരു ഭയങ്കര നല്ലൊരു കരിയർ ഉണ്ട്, അവൈറ്റിംഗ് ആണ്. അപ്പം ശരിക്കും ഈ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ശരണയുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് പലരും എന്തായാലും ചോദിച്ചു കാണും അല്ലെ? ഓൾറെഡി അറിയാം ശരണയുടെ കൂടെ പഠിക്കുന്നതാണ്, അത്യാവശ്യം പഠിക്കും, ഇതൊക്കെ അറിയാമെങ്കിലും റിസൾട്ട് വരുമ്പോൾ റിസൾട്ടിൽ ഒരു PO ഉണ്ട് എന്ന് കണ്ടു കഴിയുമ്പോൾ എന്തായാലും കുറെ പേര് വന്നിട്ട് ചോദിക്കും എങ്ങനെ പഠിച്ചേ, എന്തുവായിരുന്നു. അപ്പൊ അവർക്കൊക്കെ കൊടുക്കുന്ന ആ ഒരു മെസ്സേജ് എന്താണ്? അപ്പം എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഇപ്പോൾ ജോലി കിട്ടുന്ന വരെ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് പഠിത്തത്തിനായിരിക്കണം. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. ഇപ്പോൾ ബാങ്ക് ആണെങ്കിൽ തന്നെ ഇപ്പോൾ നമുക്ക് ബാങ്കിന് വേണ്ടത് സ്പീഡാണ്. അപ്പം ഒരു ഡെയിലി ഒരു 3-4 മോക്കൊക്കെ ചെയ്ത് സ്പീഡൊക്കെ ഇമ്പ്രൂവ് ആവുക. അപ്പോൾ ജോലി കിട്ടുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പം ബാങ്കിന് വന്ന സമയത്ത് ഇങ്ങനെ പലരും പറയുമായിരുന്നു, ഇപ്പോൾ ബാങ്ക് എക്സാം ഒക്കെ ക്രാക്ക് ചെയ്യുക 2-3 വർഷമൊക്കെ അത്രയും ടൈം എടുക്കുമെന്നൊക്കെ. അപ്പോൾ അതൊന്നും ഇല്ല. അപ്പം നമ്മൾ ഇടുന്ന എഫോർട്ട് അനുസരിച്ചിരിക്കും. ഓക്കെ. ഇപ്പം ചില ആൾക്കാർ ഇപ്പൊ പറയും എക്സാം, ഇപ്പൊ ചില ആൾക്കാർക്ക് പെട്ടെന്ന് വന്ന് കുറച്ച് നാൾക്കുള്ളിൽ തന്നെ ജോലി കിട്ടും. ചിലപ്പോ സാധാ എന്തെങ്കിലും ചെറിയ ക്ലറിക്കൽ പോസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പം കുറച്ച് ഇപ്പൊ PO അല്ല അതിന് താഴെയുള്ള കാര്യങ്ങളായിരിക്കും കിട്ടുന്നത്. ചിലർക്ക് ഈ പറഞ്ഞ പോലെ നല്ല പോസ്റ്റ് പെട്ടെന്ന് തന്നെ കിട്ടും, എന്നാൽ ചിലർക്ക് കുറെ സമയം എടുക്കും. ചിലർക്ക് ഈ പറഞ്ഞ പോലെ 2-3 വർഷമൊക്കെ എടുക്കും. അപ്പൊ എങ്കിലും ഇപ്പം ശരണയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു 1.5 years ആണ്, 1.5 years കഷ്ടിച്ചെടുത്തിട്ടുള്ളൂ അല്ലെ? അപ്പൊ എന്നാലും ഈ ഒരു 1.5 years എന്ന് പറയുമ്പോൾ പൊതുവേ ഒരു ഗവൺമെന്റ് ജോലി കിട്ടുന്ന സ്പാൻ വെച്ച് നോക്കുമ്പോൾ കുറവാണെങ്കിൽ പോലും നമ്മുടെ ഡെയിലി 24/7 അങ്ങനെ ഡെയിലി ബേസിൽ നോക്കുവാണെങ്കിൽ 1.5 years കുറച്ച് കൂടുതൽ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചോളം ഇൻഡിവിജ്വലി കുറച്ച് സമയമാണല്ലോ. അപ്പൊ ഇതിനിടയ്ക്ക് നമുക്ക് ലോ മൂവ്മെന്റ്സ് ഉണ്ടാവും, നമുക്കിത് വേണ്ട എന്നാ വല്ല പ്രൈവറ്റ് ജോബിന് പോകാൻ തോന്നും, അല്ലെങ്കിൽ PG ചെയ്യാൻ തോന്നും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ അത് ഫസ്റ്റ് ഇപ്പോൾ ഉണ്ടായെന്ന് പറയുമ്പോൾ RRB PO എക്സാം. അപ്പോൾ അത് ഞാൻ നല്ല കണക്ക് പ്രിപ്പയർ ചെയ്യും, മോക്കൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം കട്ട് ഓഫ് ഒക്കെ ക്ലിയർ ചെയ്ത് നല്ല മാർക്ക്, ആ ഒരു കോൺഫിഡൻസ് ഇപ്പോൾ എഴുതിയ എക്സാമാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എക്സാം നല്ല പാടായിരുന്നു, അധികം ഒന്നും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിപ്പോൾ എന്നെക്കൊണ്ട് ബാങ്ക് എക്സാമൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല, ഇപ്പോൾ വേറെ എന്തിനെങ്കിലും പോയാലോ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കിയപ്പം ജസ്റ്റ് 1 മാർക്കിനാണ് പ്രിലിംസ് പോയത്. അപ്പോൾ പിന്നെ തോന്നി ജസ്റ്റ് 1 മാർക്കല്ലേ, അപ്പം ഒന്നും കൂടെ നല്ല കണക്ക് ഹാർഡ് മോക്കൊക്കെ ചെയ്താൽ എന്തായാലും ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായി. ഓക്കെ. ഇപ്പൊ 1 മാർക്കിന് അത് പോയി, പ്രിലിംസ് പോയി. അപ്പൊ പിന്നീട് അപ്പൊ ശരിക്കും മനസ്സിലായി ഓക്കെ എനിക്ക് 1 മാർക്കിന് പോയി. അപ്പം ഒരു സെൽഫായിട്ട് ഒരു അനാലിസിസ് നടത്തുമ്പോ എങ്ങനെയാ, മീൻസ് എന്താ വെച്ചാൽ അടുത്ത ഒരു എക്സാമിന് എന്തായാലും ആ 1 മാർക്ക് പോകരുത്, അല്ലെങ്കിൽ ഇത്ര മാർക്ക് കൂടുതൽ കിട്ടണം.
അപ്പൊ അതിന് വേണ്ടിട്ട് പിന്നെ എന്താണ് പർട്ടിക്കുലർ ആയിട്ട് എന്ത് സ്റ്റെപ്പ് എടുത്തത്? അപ്പോൾ ആ ഒരു എക്സാമിൽ എനിക്ക് മാർക്ക് കുറയാനുള്ള മെയിൻ കാരണം അതിൽ നിന്ന് വെച്ചാൽ സെക്ഷണൽ ടൈമിംഗ് ഇല്ല. അപ്പം അതിൽ കൂടുതൽ ടൈം റീസണിങ്ങിന് കൊടുത്തു. ലാസ്റ്റ് കോണ്ടെത്തിയപ്പോൾ അതിൽ അറിയാവുന്ന ഈ DA കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ചെയ്യാൻ പറ്റില്ല, ടൈമിൻ്റെ ഒരു ഇഷ്യൂ വന്നില്ല. അപ്പോൾ പിന്നീടുള്ള എക്സാംസ് വന്നപ്പോൾ ഞാൻ കൂടുതൽ ടൈം മാനേജ് ചെയ്യാം, പെട്ടെന്ന് തന്നെ എല്ലാം സോൾവ് ചെയ്ത് അങ്ങനെ നോക്കി. ഓക്കെ, എന്തായാലും SBI എക്സാമിന് ഇന്റർവ്യൂ റൗണ്ട് ഉണ്ട്. അപ്പൊ ഇന്റർവ്യൂല് പാനലിൽ ചെന്നപ്പോൾ എങ്ങനെയായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ഇന്റർവ്യൂ പാനൽ അതിന് മുന്നേ ഇവിടെ റേസിൽ മോക്ക് ഇന്റർവ്യൂ പ്ലസ് GD തന്നായിരുന്നു. അപ്പം അത് നല്ല എഫക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഇന്റർവ്യൂവിനെ പറ്റി പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മളൊന്നും പ്രിപ്പയർ ചെയ്യാതെയാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച ശേഷം ജസ്റ്റ് ഒരു ക്ലാസ് പോലെ കുറേ കാര്യങ്ങൾ, ടിപ്സ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അപ്പം ആക്ച്വലി ഇന്റർവ്യൂവിന് പോകുമ്പോൾ എങ്ങനെ ആയിരിക്കണമെന്നുള്ള അപ്പോൾ ആ ഒരു രീതിയിലാണ് അവിടെ പോയത്. അവിടെ ചെന്നപ്പോഴും 4 പാനൽ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അവർ 4 പേരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഒരു 10 minutes ഒക്കെ ഇന്റർവ്യൂ ഉണ്ടായിട്ടുള്ളൂ. അപ്പം പാനലിൽ ആരെങ്കിലും ചോദിച്ചിരുന്നോ ഇത്ര യങ് ഏജ് ആണല്ലോ എന്തുകൊണ്ട് ഇത് ചൂസ് ചെയ്തു എന്നൊക്കെ? ചോദിച്ചു, എന്ത് പറഞ്ഞു? അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ വേറെ എന്തെങ്കിലും പഠിക്കാൻ പോകുന്ന അങ്ങനെ ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ഡിഗ്രി കഴിഞ്ഞാൽ പെട്ടെന്നൊരു ജോബ് കിട്ടണം. അപ്പോൾ ആ ഒരു ഇതായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്. പിന്നെ ഒരു 1.5 വർഷം ജസ്റ്റ് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് അതിൻ്റെ റിസൾട്ട് കിട്ടി. അപ്പോൾ ഈ ഒരു ജേർണിയിൽ ശരണ്യക്ക് ആരോടെങ്കിലുമൊക്കെ താങ്ക്സ് പറയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ മെൻഷൻസ് ഉണ്ടെങ്കിൽ ചെയ്യാം. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഫാമിലിയോട് തന്നെയാണ്. അപ്പോൾ അവർ നൽകിയ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും ഇവിടെ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കാൻ അതൊന്നും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അവർക്ക് തന്നെയാണ്. സെക്കൻഡ് റേസ് ട്രിവാൻഡ്രം. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ എത്ര നേരം വേണമെങ്കിലും പഠിക്കാനുള്ള ഒരു സ്പേസ്, അപ്പോൾ ലാബ് ആയിക്കോട്ടെ ലൈബ്രറി ആയിക്കോട്ടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിവിടെ ഏറ്റവും യൂസ് ചെയ്തിട്ടുള്ളത് ലാബാണ്. അപ്പോൾ ആ ഒരു സ്പേസ് അവർ തരുന്നുണ്ട്. അപ്പോൾ അവർ നല്ല സപ്പോർട്ടീവാണ്. ഇവിടുത്തെ മെൻറ്റേഴ്സ് ആണെങ്കിലും മറ്റു ഫാക്കൽറ്റി ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അപ്പം റേസും ഒരു നല്ലൊരു ഒരു പാർട്ടുണ്ട് ഈ ഒരു ഇത്ര പെട്ടെന്ന് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിയതില്ല. അപ്പം നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ബാങ്ക് എക്സാമിനോ SSCക്കോ ഏറെ എക്സാമിനും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാനുള്ള ടിപ്പ് എന്താണ്? ടിപ്പെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിന് കൊടുക്കുക. ജോലി കിട്ടുന്നവരെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട്, അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും. അപ്പോൾ അത് ഫസ്റ്റ് എക്സാം സെക്കൻഡ് എക്സാം ഫെയിൽ ആയെന്ന് എഴുതി നമ്മൾ ഒരിക്കലും ഡൗൺ ആവരുത്. അപ്പം ഈ ഒരു ഇനിയിപ്പോൾ എന്തായാലും ബാങ്കിങ് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ കരിയർ? ഓക്കെ, അല്ലാതെ മറ്റെന്തെങ്കിലും ഇപ്പം RBI പോലോ അങ്ങനെ എന്തെങ്കിലും എക്സാം എഴുതണോ അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടോ? ഇപ്പോൾ ഒന്നുമില്ല. പിന്നെ RBI ഗ്രേഡ് B ഒക്കെ നോക്കണം, ഫ്യൂച്ചറിൽ നോക്കണമെന്നുണ്ട്. ഓക്കെ. അപ്പം ശരണ്യ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ശരണ്യ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ എങ്ങനെ ഈ ഒരു പ്രസ്റ്റീജിയസ് പൊസിഷനിലേക്ക് എത്തി എന്നുള്ളതും ശരണ്യ പറഞ്ഞു. അപ്പം നന്നായി പഠിക്കുക, അതായത് എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി ജോലി കിട്ടുക എന്നുള്ളതായിരിക്കണം എന്നാണ് ശരണ്യ പറഞ്ഞത്. ശരണ്യ മാത്രമല്ല, നമുക്കറിയാം ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരും ഒരുപാട് സ്റ്റുഡൻസ് അല്ല, ഇപ്പോൾ അവരൊക്കെ ഒരുപാട് ജോലി ചെയ്യുകയാണ്, പല ജോലികൾ. അപ്പം അവരൊക്കെയും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ്, എപ്പോഴും പ്രയോറിറ്റി, എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക, പ്രയോറിറ്റി എന്ന് പറയുന്ന ജോബിന് തന്നെ കൊടുക്കുക. അപ്പം ശരണ്യ ഒരുപാട് എന്താ പറയുക നന്ദിയുണ്ട് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്. അതുപോലെ ഇനിയുള്ള കരിയർ ഇനിയുള്ള ലൈഫ് ഫുള്ള് എല്ലാവിധ നന്മകളും ഉണ്ടായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ശരണ്യ. താങ്ക് യു.